ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും മാർക്കറ്റിന് എങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണയുണ്ട്. ബട്ട് സ്റ്റിൽ അവർ ലൈവ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രസൻസ് ഓഫ് മൈൻഡ്, എങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം, ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഹൈ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ കാമായിട്ട് എടുക്കുന്നു, ഫോക്കസ്ഡായിട്ട് എടുക്കുന്നു, ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നു എന്ന ഒരു സ്കില്ലാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ, നിങ്ങൾ ട്രേഡിംഗ് കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട വൺ ഓഫ് ദ സ്കില്ലാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും ട്രേഡുകൾ, എല്ലാവർക്കും അത്യാവശ്യം നോളജ് ഉണ്ട് അല്ലേ. നമുക്കിപ്പം നോളജ് കിട്ടാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇൻ്റർനെറ്റും ഈവൻ യൂട്യൂബൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രേഡിംഗ് നോളജ് ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നോളജൊക്കെ എടുത്തിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇമോഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ട്രേഡിങ്ങിനെ, നമ്മുടെ മൈൻഡിനെ ഇമോഷൻ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെറ്റപ്പ് വന്നു, ബട്ട് മാർക്കറ്റ് സഡൻ ഒരു ഫ്ലക്ച്വേഷൻ ഡൗൺ സൈഡ് വന്ന സമയത്ത് നമ്മുടെ സെറ്റപ്പ് മറന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കുന്നു. പെട്ടെന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നു, ലോസ് വരുന്നു, മുകളിലോട്ട് പോകുന്ന കാണുന്ന സമയത്ത് കോൾ ഓപ്ഷൻ എടുക്കുന്നു, ദെൻ വീണ്ടും താഴോട്ട് വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഇമോഷണലും ഫ്ലക്ച്വേഷൻ ചെയ്യുന്നു. പല ആൾക്കാർക്കുമുള്ള ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലമാണ് ഇമോഷണൽ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഡിസിഷൻ മേക്കിംഗ്. അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പല ആൾക്കാർക്കും പറ്റുന്നില്ല. റൈറ്റ്, അറിയാം മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നില്ല, ബട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല, ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതിന് പകരം പല ആൾക്കാരും പല റാഷണൽ ഡിസിഷൻ എടുക്കുന്നത്, അതായത് ഇമ്പൾസീവ് ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കുന്നു. ബട്ട് പ്രോപ്പറായിട്ട് ഇപ്പം പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണല്ലോ, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നു, ബ്രേക്കൗട്ട് നടന്ന സമയത്ത് അറിയാം മുകളിലോട്ട് ഡെഫിനറ്റ്ലി പോകുന്നുള്ളത്, ബട്ട് എന്തായിരുന്നു ഇവിടെ നിന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പല ആൾക്കാർക്കുള്ളൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റബിലിറ്റി. റൈറ്റ്, സോ നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് പല രീതിയിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ഹൈ വോളാറ്റൽ മാർക്കറ്റ് ഉണ്ട്. റൈറ്റ്, ഹൈ വോളാറ്റൽ മാർക്കറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ സമയത്തൊക്കെ വളരെ ഹൈ ഫ്ലക്ച്വേഷനിലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഏകദേശം ബാങ്ക് നിഫ്റ്റി 8% ഡൗൺ ചെയ്തു, അതുപോലെ തിരിച്ച് ചെയ്തു. അപ്പം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ നമ്മളുടെ സെറ്റപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡുകൾ എടുക്കാൻ വേണ്ടി പറ്റാത്ത വരുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിൻ്റെ അൺഎക്സ്പെക്റ്റഡ് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. റൈറ്റ്, പിന്നെ ഉള്ളത് ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. ഫോക്കസ് മീൻസ് രാവിലെ മോർണിംഗിൽ വരും, മോർണിംഗിൽ ഒരു 9 മണി മുതൽ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്തു, നെക്സ്റ്റ് ഒരു 15 മിനിറ്റ്, ഒരു 9 വരെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തു. പിന്നെ ഒരു മടുപ്പ് വരാൻ തുടങ്ങി പല ആൾക്കാർക്കും. ഇനിയിപ്പം ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടുത്ത് പിന്നെ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കാം, അങ്ങനെ നമ്മളെ സെറ്റപ്പുകളൊക്കെ മറന്നിട്ട് അനാവശ്യമായിട്ട് ട്രേഡുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലമുള്ള, എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈവൻ എൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2-3 വർഷം എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇല്ല, ബട്ട് ഒരു പരിധി വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് എങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്കൗട്ട് വന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ക്വിക്ക് ആക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും അത്ര ഫിസിക്കലായിട്ട് അത്ര ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയും ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഓക്കെ, പിന്നീട് ഞാനത് ഫിസിക്കൽ മീൻസ് ഫിസിക്കൽ ഹെൽത്തിൽ നമുക്കറിയാം ഡെയിലി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ മാർക്കറ്റിൽ
രാവിലെ ഓപ്പൺ ചെയ്ത് സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ട്രേഡിംഗ് കരിയറിൽ ഫോക്കസ് ചെയ്യാൻ അല്ലേ ഫോക്കസ് ചെയ്യാൻ ഉള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പേര് നമുക്കറിയാം ഫുൾ ടൈം ട്രേഡർ ആവാൻ ഒരുപാട് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൊട്ടീൻ ഇല്ലെങ്കിൽ, സോ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു റൊട്ടീൻ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യുക. മെൻ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പം യോഗ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് യോഗ എക്സെട്ര ഒരുപാട് കാര്യങ്ങളുണ്ട് മെഡിറ്റേഷനിൽ. ബട്ട് ഞാൻ അതൊന്നും ഫോക്കസ് ചെയ്യാറില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. ബ്രീത്തിങ് എക്സസൈസ്, റൈറ്റ്? മാർക്കറ്റിൽ വരുന്ന സമയത്ത്, അതായത് ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് വളരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബോറിംഗ് ഒക്കെ വരും. ഇപ്പം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം നിഫ്റ്റി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ വലിയ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് പോകും. സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ, ഒരു തവണ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, പിന്നീട് അത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വേറെ ലോകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ തിരിച്ച് ആ ഒരു ഫോക്കസ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ്. ജസ്റ്റ് ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു 10 സെക്കൻഡ് അല്ല, ഒരു 1 മിനിറ്റ് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ബാക്ക് ടു ആ ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് നമുക്ക് വരാനുള്ള ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത് 100% വർക്കിംഗ് ആണ്. എനിക്കിത് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളിത് ഫോക്കസ് ചെയ്യുക. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് ചില സമയങ്ങളിൽ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാതെ നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു ബാക്ക് ടു ആ ഒരു ഫോക്കസ് നമുക്ക് എന്താണ് ബാക്ക് ടു നോർമലിലോട്ട് നമ്മൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇത് രണ്ടുമാണ് ഞാൻ നോർമലി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ഇത് ഞാൻ മാർക്കറ്റ് ഹവറിൽ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ടൈമിൽ ലൈവ് മാർക്കറ്റിൽ ചെയ്യുന്ന കാര്യമാണ്. ദെൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, അത് ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ്, അതായത് രാവിലെ ജോഗിങ്ങിനും അല്ലെങ്കിൽ ചെറിയൊരു എക്സസൈസ് ചെയ്യും. മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിലുള്ള ഫുഡ് ഞാൻ കഴിക്കും. ഇത് മാർക്കറ്റ് മുമ്പ് ചെയ്യുന്ന കാര്യം. ദെൻ അതിന് കൂടാതെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും ചെയ്യാത്ത ഒരു കാര്യമാണ്. സോ മാർക്കറ്റിന് നമ്മളൊരു ട്രേഡിങ്ങിനോട് വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നടത്തിയിരിക്കുക, പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാന് നമുക്ക് ഉണ്ടായിരിക്കുക മാർക്കറ്റിൽ. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ദിവസം മാത്രമല്ല, പല ആൾക്കാർക്ക് മടിയാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്രീ മാർക്കറ്റിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അത് നമ്മൾ കണ്ടിന്യൂസ്, നമ്മൾ എത്ര ദിവസം ട്രേഡിങ് ചെയ്യുന്നു, എല്ലാ ദിവസവും നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് നമുക്ക് പ്രീ മാർക്കറ്റിൽ പ്രീ ട്രേഡ് പ്ലാൻ നമുക്ക് എടുക്കാം, ഒരു ട്രേഡ് ചെയ്യുന്നതിന് മുൻപുള്ള പ്ലാന്. ദെൻ അതുകൂടാതെ പോസ്റ്റ് ട്രേഡ് പ്ലാൻ നമുക്ക് ചെയ്യാം. ഇന്നെടുത്ത ട്രേഡ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഈവൻ പ്രോഫിറ്റ് ആണെങ്കിലും ശരി, ലോസ് ആണെങ്കിലും ശരി, അനലൈസ് ചെയ്യുക. ആൻഡ് അത് എല്ലാ ദിവസവും ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മാത്രം മതി നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എന്തായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ഉണ്ടായ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പോസ്റ്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുള്ള അനലൈസ് നമ്മൾ ചെയ്യുക, പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് കാര്യം നമുക്ക് വേറൊരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ബിഗിനിങ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഞാൻ ട്രേഡിങ്ങിലോട്ട് വരുന്ന, അതായത് ഫുൾ ടൈമിലോട്ട് വരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പേപ്പർ ട്രേഡ് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതും ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പേപ്പർ ട്രേഡ് ചെയ്ത് എൻ്റെ മെൻ്റൽ ഹെൽത്തും മെൻ്റൽ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കും. സോ പേപ്പർ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, പേപ്പർ ട്രേഡിങ് നമുക്കറിയാം, ഇപ്പം നിയോ സ്റ്റോക്സിൽ നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ നിയോ സ്റ്റോക്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് 10 lakh rupees ആണ് ആഡ് ചെയ്യുന്നത്, വിർച്വൽ മണി. അപ്പം പല ആൾക്കാരും ചെയ്യുന്ന സമയത്ത് ഫുൾ 10 lakh ഇട്ടിട്ട് അങ്ങ് ട്രേഡുകൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എന്തായാലും വലിയ പ്രോഫിറ്റുകൾ കാണുന്ന സമയത്ത് അവർ ഒരുപാട് പ്രതീക്ഷയോടെ വന്നിട്ട് റിയൽ മണി ഇട്ട് ചെയ്യുന്ന സമയത്ത് വലിയ നഷ്ടങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, പേപ്പർ ട്രേഡ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ എത്ര എമൗണ്ട് ആണോ നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു എമൗണ്ടിന് മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾ നാളെ 10,000 രൂപക്കാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ, 10K ട്രേഡ് എടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പേപ്പർ ട്രേഡിങ്ങിലും 10K യൂസ് ചെയ്തിട്ട് മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങൾ അതിനോട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ
10 ലാക്ക് ഇട്ടിട്ട് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഓപ്ഷൻസിൽ 1 ലാക്ക് 2 ലാക്ക് നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈൻഡ് അതിനോട്ട് പോകും, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലോട്ട് പോകും. അപ്പോൾ നമ്മൾ തിരിച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനിൽ വരണമെങ്കിൽ നമ്മൾ എത്രയാണോ എമൗണ്ട് പ്ലാൻ ചെയ്യുന്നത് അത് മാത്രം പേപ്പർ ട്രേഡിങ്ങിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ കാര്യം, പ്രിപ്പറേഷൻ. നമ്മൾ ഫോക്കസ് ആയിട്ടുള്ള പ്രിപ്പയർ നമ്മൾ ചെയ്യുക. ദെൻ നമ്മളൊരു ട്രേഡിംഗ് റൊട്ടീൻ ഉണ്ടാക്കുക. റൈറ്റ്, ട്രേഡിംഗ് റൊട്ടീൻ മീൻസ് നമ്മൾ എന്നും ചെയ്യുന്ന, അപ്പം നമ്മൾ ട്രേഡിങ്ങിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുകളിൽ ആരുമില്ല, നമ്മളെ കൺട്രോൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമില്ല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ 2 കമ്പനി എടുക്കുകയാണ്. ഒന്നൊരു ഗവൺമെൻറ് കമ്പനി എടുക്കുകയാണ്. ഓക്കെ, ഗവൺമെൻറ് കമ്പനി ഫോർ എക്സാമ്പിൾ BSNL എടുക്കാം, അല്ലേ, BSNL എടുക്കാം. ദെൻ ഒരു MNC കമ്പനി എടുക്കുകയാണ്. ഓക്കെ, ഒരു MNC കമ്പനി, അതായത് ഞാനൊരു ഫോർ എക്സാമ്പിൾ ജിയോ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു BSNL കമ്പനിയിൽ വർക്ക് ചെയ്ത ആളെ ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് സംബന്ധിച്ചിട്ട് വലിയ പ്രഷറൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അവർക്കറിയാം ഈ ഒരു ജോബ് എന്നുള്ളത് ഫുൾ ടൈം ജോബാണ്, അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ഓക്കെ, ബട്ട് ഒരു MNC കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഒരുപാട് പ്രഷർ ഉണ്ടാകും. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന ടാസ്കുകൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ. MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം. അപ്പോൾ നമ്മുടെ മുകളിൽ ഒരാൾ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു റൊട്ടീനായിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ആയിരിക്കും. ആൻഡ് പല ആൾക്കാർക്ക് മടുപ്പ് തോന്നാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സീക്രട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് അവിടെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈമിൽ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആരൊന്നുമില്ല, നമ്മളാണ് അവിടെ ബോസ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് അലസമായിട്ട് പോകും. മീൻസ് ഒരു കൺട്രോൾ ഇല്ലാതെ ആയിരിക്കും നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റൊട്ടീൻ, ഒരു സ്ട്രക്ചേർഡ് റൊട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതായത് നമ്മളിപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോർണിംഗിൽ ഞാൻ എണീക്കുന്നു. ട്രേഡിങ്ങിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്നത് ന്യൂസ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് ന്യൂസ്. എല്ലാ ദിവസവും മോർണിംഗിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മണി കൺട്രോൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ investing.com 2 വെബ്സൈറ്റ് നോക്കിയിട്ടാണ് ഞാൻ എല്ലാ ന്യൂസുകളും ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഗ്ലോബൽ മാർക്കറ്റ്. ഒരു ദിവസം പോലും ഞാൻ ഫുൾ ടൈമിലോട്ട് വന്നിട്ട് ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും ന്യൂസും ഗ്ലോബൽ മാർക്കറ്റും ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ എൻ്റെ ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അതെൻ്റെ ഒരു ട്രേഡിംഗ് റൊട്ടീനാണ്. ഒരു ദിവസം പോലും ഞാൻ മിസ് ചെയ്യാറില്ല. അത് ആദ്യമൊക്കെ ഒരു ഫോഴ്സിങ് ഉണ്ട്, എന്നോട് തന്നെ ഞാൻ ഫോഴ്സ് ചെയ്യാറുണ്ട് ഇത് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലിയാണ്. ഞാൻ എണീക്കുമ്പോൾ തന്നെ മൊബൈൽ നോക്കിയിട്ടാണ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യുന്നത് പോലും ഞാൻ അറിയുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രോസസ്സാണ്, റൊട്ടീനാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം എന്നിട്ടുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റ് പ്ലാൻ മീൻസ് ലൈക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ്റ്റ്, മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, മെയിനായിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഏത് റേഞ്ചിലാണ് ട്രേഡ് നടക്കുന്നുണ്ട്, ഓവറോൾ ട്രെൻഡാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങൾ. ഓക്കെ, ഇത് എൻ്റെ ഒരു റൊട്ടീനാണ്. ദെൻ ഈവനിങ്ങിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്ങനെ പോയാലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യും മാർക്കറ്റിൽ. ജസ്റ്റ് ചാർട്ട് നോക്കിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ സിറ്റുവേഷൻസോ, അല്ലെ, നമ്മളിപ്പം കണ്ടിന്യൂസ്ലി മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും റിപ്പീറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ടോ, ട്രാപ്പുകൾ വരുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് ആൻ അവർ എങ്ങനെയായാലും മിനിമമാണ് പറയുന്നത്. ചില ദിവസങ്ങൾ അതിൽ കൂടുതൽ പോകും. ട്രേഡിങ്ങിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഞാനൊരു ഹാഫ് ആൻ അവർ എങ്ങനെയായാലും മാറ്റും. ഇത് എൻ്റെ ഒരു റൊട്ടീനാണ്, ഇതെല്ലാ ദിവസവും ചെയ്യുന്ന, ഞാൻ അറിയാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മോർണിംഗിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളും അതുപോലുള്ളൊരു റൊട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക. പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. ഒരു ചെക്ക് ലിസ്റ്റ് ചെയ്യാം. ജസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുക, ഡെയിലി ന്യൂസ് വാച്ച് ചെയ്തോ, ടിക്ക് ഇടുക. ദെൻ പ്രീ മാർക്കറ്റ് ചെയ്തോ, ടിക്ക് ഇടുക. ദെൻ ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്തോ, ടിക്ക് ഇടുക. അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കാം. ഓക്കെ, പിന്നെയുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്, പിന്നെയുള്ളത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി മിസ് ചെയ്തു. അഞ്ചാമത്തെ കാര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ എന്തായാലും മിസ്റ്റേക്കുകൾ ചെയ്യും. ഓക്കെ, ഒരു മാസത്തിൽ നിങ്ങൾ ഏത് സക്സസ്ഫുൾ ട്രേഡറോട് ചോദിച്ചാലും ഒരു 1-2 മിസ്റ്റേക്കുകൾ എന്തായാലും ഒരു മാസത്തിൽ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക.
റൈറ്റ്? അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവൻ ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ നിഫ്റ്റി എക്സ്പയറി ഡേയിൽ ഞാൻ അറിയാതൊരു ട്രേഡ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിരുന്നു. അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാനൊരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇതിന് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിന് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ഹ്യൂമനാണ്, ഹ്യൂമൻ എറേഴ്സ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഞാൻ മിസ്റ്റേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബട്ട് ഒരു പരിധി വരെ ഞാനത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എസ്പെഷ്യലി മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തും മെഡിറ്റേഷനും ദെൻ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആൻഡ് ഒരു ട്രേഡിംഗ് റൊട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് മാർക്കറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം പെട്ടെന്നൊരു മാർക്കറ്റിലൊരു ഹൈ വൊളാറ്റൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് വരുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് പറയും ഓക്കെ ഇതൊരു ഹൈ വൊളാറ്റൽ മൂവ്മെൻ്റ് ആണ്, സോ ഒന്നെങ്കിലും മാറിയിരിക്കാം എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഒരു ബ്രേക്കൗട്ടിലൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക്, ബ്രേക്കൗട്ടിലൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോയിട്ട് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് താഴോട്ട് വരും. അപ്പം നമുക്ക് പല ആൾക്കാർക്കും ഒരു പെട്ടെന്നൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കാനുള്ള മടി ഉണ്ടാവും. കാരണം അയ്യോ ഇനിയിപ്പം ലോസിലോട്ട് വന്നല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. ബട്ട് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാം. കറക്റ്റായിട്ട് അവിടെ നിന്ന് നമ്മൾ ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലോസിലോട്ട് പോകുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് പാനിക്കാവും, ഞാനടക്കം ഒന്ന് പാനിക്കാവും പെട്ടെന്നൊരു ക്വിക്കായിട്ടൊരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ 2 തവണ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിസിഷൻ എടുക്കാം. ഓക്കെ, പല ആൾക്കാരും ഫോർ എക്സാമ്പിൾ ഇപ്പം പെട്ടെന്ന് ലോസ് വന്നു എന്ന് വിചാരിക്കാം അല്ലേ, നമ്മുടെ അക്കൗണ്ട് ഒരു 10K മാത്രമേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 50K ഉണ്ടായിരുന്നത്. ഒരു ട്രേഡ് എടുത്ത സമയത്ത് ഒരു 30K നഷ്ടം വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണമെന്നുള്ള ഒരു മൈൻഡാണ് ഉണ്ടാവുക. ആ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ്, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വീണ്ടും ക്യാഷ് ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു റിക്കവർ ചെയ്യാനുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രേഡിംഗ് റൂമിൽ നിന്ന് എണീറ്റ് നിന്നിട്ട് ജസ്റ്റ് ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് 2 മിനിറ്റ് ചെയ്താൽ മാത്രം മതി, അത് ക്ലിയർ ആവും. കാരണം നമുക്ക് ഈ ഒരു ആഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 5 മിനിറ്റിലോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അയ്യോ റിക്കവർ ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ ആ ലോസ് റിക്കവർ ചെയ്യണമെന്നുള്ള ടെൻഡൻസി. അപ്പോൾ ജസ്റ്റ് ആ ഒരു എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ ട്രേഡിംഗ് റൊട്ടീനൊക്കെ ഇങ്ങനെ എപ്പോഴും ഫോളോ ചെയ്ത് കൊണ്ടുപോയിരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഇത് 100% വർക്കാവുന്നതാണ്. എൻ്റെ കരിയറിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത എല്ലാ മിസ്റ്റേക്കുകളും ചെയ്ത് ആ ഒരു മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് വന്ന ആളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ മാറ്റമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.